നിങ്ങളിൽ എത്ര പേർ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുണ്ടല്ലോ, ഇതിനകത്തൊന്നും ഞാൻ ഈ വാർത്ത കണ്ടില്ല. സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ സത്യം മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നിപ്പോയി. മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ചില വേട്ടാവളിയന്മാർ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും അഴിഞ്ഞാടി നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അല്ലേ. മുസ്ലിം ലീഗിൻ്റെ ഒരു വക്താവായിട്ടുള്ള ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ഷാജി ഒരു പ്രസംഗത്തിൽ മതമാണ് എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് ഒരു പ്രസംഗം ഈ സംഘപരിവാർ വേട്ടാവളിയന്മാരും ഈ മലൻ ടിവിക്കകത്ത് അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ നടന്ന് നിങ്ങളെല്ലാവരും കണ്ടു കാണും. എന്നാൽ മതമാണോ ഇവിടെ പ്രശ്നമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം. സംഘപരിവാർ പറയുന്നു ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം, ഞങ്ങൾക്കിവിടെ രാജ്യമാണ് പ്രശ്നമെന്നാണ് പറയുന്നത്. ഈ രാജ്യത്തെ ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരോട്, മൃഗത്തിനോട് പോലും കാണിക്കാത്ത വൃത്തികെട്ട പരിപാടികളാണ് ഇവിടുത്തെ അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിലുള്ള ജനങ്ങളോട് ഈ ചെറ്റകൾ, ഈ മനുഷ്യന് പിറക്കാത്ത ക്ഷുദ്രജീവികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. 2026 കാലഘട്ടത്തിലും ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു സർക്കാർ സ്കൂളാണ്. ആ സ്കൂളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 10-20ഓളം ദർസിൽ പഠിക്കുന്ന കുട്ടികൾ, അവരൊരു വസ്ത്രരീതി നിങ്ങൾക്കറിയാമല്ലോ, വെള്ള ഷർട്ടും വെള്ള മുണ്ടും അതുപോലെ തലപ്പാക്കെട്ടൊക്കെ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവർ ദർസിൽ പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ സ്കൂളിനൊരു യൂണിഫോം ഉണ്ട്. സ്കൂളിൻ്റെ ആ യൂണിഫോം ഫോളോ ചെയ്യണം എന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ. പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ മതം അനുശാസിക്കുന്ന വസ്ത്രം എന്താണോ അത് യൂണിഫോമിൻ്റെ രീതിയിലിട്ട് സ്കൂളിൽ പോകണം എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അല്ലാതെ പർദ്ദ ധരിച്ച് മുഖം കാണിക്കാതെ പോകണമെന്നൊന്നും നമ്മളൊരിക്കലും ആരോടും പറയാറില്ല. പക്ഷെ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേറുവ്യത്യാസമില്ല എന്ന് സംഘപരിവാർ ചെറ്റകൾ വന്നിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുമ്പോൾ ആ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ഒരു സഹോദരിയോട് ഇവിടുത്തെ മറ്റേ ഉന്നത കൊല കാത്തു സൂക്ഷിക്കുന്ന ചെറ്റകൾ ഇപ്പോഴും ഇവരെ കാണുമ്പോൾ അയിത്തവും തൊട്ട് തീണ്ടാഴുകിയൊക്കെ കാണിക്കുന്നുണ്ട്. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമുക്ക് മാറുമറയ്ക്കാൻ പാടില്ലായിരുന്നു, ഇവർ പോകുന്ന വഴിയിലൂടെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോകാൻ പാടില്ലായിരുന്നു, സ്കൂളിൽ പോകാൻ പാടില്ലായിരുന്നു, വിദ്യ അഭ്യസിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ പണ്ടേ നമ്മൾ അറബിക്കടൽ കുഴിച്ചു മൂടിയതാണ്. ആ ഒരു കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലത്തെ ചില പുഴുത്ത ജന്മങ്ങൾ. ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരിക്ക് ഏറ്റവും ഒരു അപമാനം. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ അധികാരത്തിൽ കയറിയിട്ടുള്ള UDF സർക്കാർ ഇത് വേണ്ട രീതിയിൽ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഈ സഹോദരിയോട് ആരാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത്, അവനിനി ഒരിക്കലും, അവനായാലും അവളായാലും സർവീസിൽ ഗവൺമെൻറ്, അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഇവരുടെ അണ്ണാക്കി പോകാൻ പാടില്ല. അവളൊക്കെ വീട്ടിലിരിക്കണം. ഇനി അവരുടെയൊക്കെ അപ്പനപ്പൂമ്മമാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ, അത് ഇവളൊക്കെ ഞണ്ണിയാൽ മതി. നമ്മുടെ വിയർപ്പിൻ്റെ അംശമൊന്നും ഇവളൊന്ന് തിന്നാൻ പാടില്ല. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും അതും കൂടെ ഒന്ന് കേട്ടോ. ഇവിടെ ഒരു ഭരണകൂടമുണ്ടെങ്കിൽ അവരോടാണ് ചോദിക്കുന്നത്, ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ഇത്രത്തോളം ആക്ഷേപിച്ചിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ലേ? ഇന്ന് കാണാനിടയായ ഒരു വാർത്തയാണിത്. ഞാൻ എസ്സി ആയതുകൊണ്ടും നിങ്ങൾ ദേഹം നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ദുഷിച്ച മനസ്സുള്ള മനുഷ്യ 21ാം നൂറ്റാണ്ടിലും ജാതിപരമായി ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പാണലല്ല പറയുന്നല്ല നീ ഒരു തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു ഈ പാട്ടിലെ ഈ കഥയിലെ തമ്പുരാൻ ഞാനാണ്. എന്റെ താഴേക്കിടയിലുള്ള കൂട്ടരുടെ കുട്ടികളെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണെങ്കിലും ശരി സ്കൂളിലെത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ടീച്ചർമാരും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടെന്നിരിക്കെ ഈ കുട്ടികളെ സ്കൂളിൽ വിടാൻ യാതൊരുവിധ താല്പര്യവും കാണിക്കാത്ത ആ കൂട്ടരോട് എനിക്ക് തീർച്ചയായും വിവേചനമുണ്ട്. നമ്പർ 2, ഈ കണ്ട പുഴകളും കുളങ്ങളും കായലുകളും ഉണ്ടെന്നിരിക്കെ ഈ കാലഘട്ടത്തിലും കുളിക്കാതെ നനക്കാതെ ചീഞ്ഞ നാറി നടക്കുന്ന കൂട്ടരോട് എനിക്ക് വിവേചനമുണ്ട്. നമ്പർ 3, വൈകുന്നേരങ്ങളിൽ കാട്ടറം അടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ മാത്രം പണിക്ക് പോകുകയും ഈ കാട്ടറമ്മ വിട്ടുകാസിൽ വെള്ളം തൊടാതെ ഒഴിച്ചടിച്ച് ഇല്ലാത്ത മാടനെ മർദ്ദയന് ആവാഹിച്ച് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളെയും കുട്ടികളെയും തല്ലിക്കൂട്ടുന്ന മലരുകളോട് എനിക്ക് വിവേചനമുണ്ട്. അതിനും വലിയ കോമഡി, ഇത് പബ്ലിക് ന്യൂസൻസ് ആകുമ്പോൾ ഇത് തടയാനായിട്ട് അത് തടയാനായിട്ട് ഇവന്മാർക്ക് ഒരു തേമ്പ് വെച്ച് കൊടുത്താൽ നാളെ കള്ളടിക്കാനുള്ള പൈസ നിങ്ങൾ തേമ്പുന്നവന്മാർ കൊടുക്കേണ്ടി വരും. നിയമം മുഖാന്തരം ഇവന്മാരുടെ പല്ലിനും എല്ലിനും നല്ല വിലയാണ്. അതൊരു പ്രിവിലേജാണ് ഇവന്മാരുടെ. നമ്പർ 4, കുടുംബത്തിന്റെ കഴുക്കോൽ ഊരിവിട്ടിട്ടാണെങ്കിൽ ശരി കാലത്ത് മുതൽ ഇതേ പറഞ്ഞ പൂളക്കള്ളം അടിച്ച് കണ്ട പാടത്തും പറമ്പത്തും കലിങ്കിലും അണ്ടി ഉണ്ട തൂക്കിയിട്ട് കുത്തിയിരുന്ന് ക്രൂക്കടൈസുമായി നാട്ടുകാരെ വെറുപ്പിക്കുന്ന ഈ കൂട്ടരോട് എനിക്ക് വിവേചനമുണ്ട്. വീണ്ടും ചോദിക്കാണ്, ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ? ഭരണകൂടം പോട്ടെ, ഈ ഈഴവരൊക്കെ ഈ പിന്നോക്ക വിഭാഗക്കാരൊക്കെ ഹിന്ദുക്കളാണല്ലോ. ഉണരണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ, ശശികല ടീച്ചറോ ലക്ഷ്മി കോണോത്തോ പ്രതീഷ് വിഷ ആരെങ്കിലും ഇവർക്ക് വേണ്ടി? എടാ, ഈ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരുത്തന്റെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തുനിന്ന് ദുർഗന്ധം വരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും, അത്രയും ഇകഴ്ത്തി അധിക്ഷേപിച്ച് സംസാരിച്ചിട്ട് പോലും
അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ സംസാരിച്ചവൻ എന്താ പറഞ്ഞത്? അവർ കുളിക്കുന്നില്ല, അവർ നനക്കുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം അവർ നേടുന്നില്ല. വിദ്യാഭ്യാസം നേടിയാൽ ഇതിൽ നിന്ന് മോചനം കിട്ടുക. മോചനം കിട്ടുമെങ്കിൽ രഞ്ജിത്ത് സാർ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ്. കേട്ടു നോക്ക് അദ്ദേഹം പറയുന്നത് എന്താണ്? കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയിത്തം നേരിടേണ്ടി വരികയും എനിക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തിന് വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടോർത്ത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പ്രവാചകരെ. അങ്ങനെയാണ് നബി, എന്റെ മുത്ത് നബി മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാവപ്പെട്ട ഈഴവർ കുളിക്കാത്തതും നനക്കാത്തതും കൊണ്ടാണോ അവരെ തഴയുന്നത്, അവരോട് അവജ്ഞ കാണിക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ വാർത്തകൾ മുഴുവൻ കേട്ടു നോക്ക്. സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. മദ്രാസ് IIT-യിൽ ജാതി വിവേചനത്തിന് ഇരയായി മലയാളി അസിസ്റ്റന്റ് പ്രൊഫസർ. തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് ജാതി ഭ്രഷ്ട് എന്ന് പരാതി. വയനാട് മേപ്പാടിയിലെ ഹോട്ടലിൽ ജാതി വിവേചനമെന്ന ആക്ഷേപം. പട്ടികജാതിക്കാരനായ ഓട്ടോ ഡ്രൈവർ മേശയിൽ തൊടാതിരിക്കാൻ പത്രം വിരിച്ച് അതിനു മുകളിൽ ഭക്ഷണപാത്രം വെച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ജാതി വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു. കഴകം പ്രവർത്തിക്കുന്ന നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തിൽ പാവപ്പെട്ട ഈഴവന്മാരെ ഇത്രയധികം ആക്ഷേപിക്കും ജാതി പറഞ്ഞ് 2026 ഈ കാലഘട്ടത്തിൽ പോലും അവരോട് അവജ്ഞ കാണിക്കുന്നവരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇവരെ ആക്ഷേപിച്ച് ഇവർ കുളിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, വിദ്യാഭ്യാസം നേടുന്നില്ല എന്ന് പറഞ്ഞവരോട് പറയാനുള്ളത്, ലോകം അവസാനിക്കുന്നതുവരെ ഈ പാവപ്പെട്ട സമൂഹം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാണുന്നറിയോ? ഇവരെ ഇങ്ങനെ ആക്കിയതാണ്. ഇവരെ ഉയരാൻ സമ്മതിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇവർ വിദ്യാഭ്യാസം നേടാത്തതാണെങ്കിലും ഈ കുറെ ആളുകൾ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാൻ അവരുടെ മനസ്സും മടുക്കുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിത പരിസരത്തെ അങ്ങനെ ആക്കിയത് ഇവിടുത്തെ സവർണ ബോധങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരു മീൻ കച്ചവടക്കാരന്റെ മകനാണ്. നീ കേൾക്കണം, ഞാനൊരു മീൻ കച്ചവടക്കാരൻ, ഒരു ആക്ഷേപമായിട്ട് പറയല്ല, ഒരു കുറച്ചിലായിട്ട് പറഞ്ഞ അഭിമാനത്തോട് പറയാം, ഒരു മീൻ കച്ചവടക്കാരൻ മകനാണ് ഞാൻ. ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലെ ഇമാമാണ്. എന്റെ പിന്നിൽ ആ നാട്ടിലെ സർവ്വസമ്പന്നരായ മനുഷ്യന്മാരും എന്റെ പിന്നിലാണ് അണിനിരക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ എന്റെ നെറ്റിത്തണം ഭൂമിയിൽ സാഷ്ടാംഗം ചെയ്യുമ്പോൾ എന്റെ കാലിന്റെ ചോട്ടിൽ ആ പാദത്തോരം ചേർന്നാണ് ആ നാട്ടിലെ പല സമ്പന്നരും സാഷ്ടാംഗം ചെയ്യാറുള്ളത്. ഞാനൊരു മുസ്ലിം ആയതിൽ ഇപ്പോഴും അഭിമാനിക്കുന്നത് എന്തെന്നറിയോ? ദൈവത്തിങ്കൽ ധാർമ്മികത കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ ഏറ്റവും സമീപസ്ഥനാവുകയുള്ളൂ. ഒരിക്കലും നിറമോ വർണ്ണമോ അവന്റെ കുലമഹിമയോ അവന്റെ സമ്പത്തൊന്നും ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതാണ് ബഹുമാനപ്പെട്ട രഞ്ജിത്ത് സാർ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഹാജർ പട്ടിക അദ്ദേഹം തൊടുമെന്ന് വിചാരിച്ചിട്ട് അതുവരെ മാറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം മതപ്പതിച്ച ആശയങ്ങൾ ഇവരെയൊക്കെ മനസ്സിൽ ഇവർ പേറുന്നുണ്ട്. ഗവൺമെന്റിനോട് അവസാനമായിട്ട് പറയാണ്, ഇത്രത്തോളം ഒരു സമൂഹത്തെ ആക്ഷേപിച്ചിട്ട് പോലും ഇവിടെ ഒരുത്തരും ഉണരാനില്ല. നടപടിയെടുക്കേണ്ടത് നിങ്ങളാണ്. ഈ സമൂഹത്തെ ഇപ്പോഴും ഈ രൂപത്തിൽ കളിയാക്കിയിട്ടും ചലിക്കാതിരിക്കുന്നത്, നിശ്ചലമായിരിക്കുന്നത് ഞങ്ങളൊക്കെ പറയേണ്ടി വരും. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഈ സവർണബോധം ഉള്ളവരാണ് എന്ന്. അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ നിങ്ങൾ നടപടിയെടുക്കേണ്ടത്. ഈ ഹിന്ദു ഉണരൂ എന്ന് പറയുന്ന ഈ മതം തലക്ക് പിടിച്ചിട്ടുള്ള ഈ മതയോളികളൊന്നും കാണുന്നില്ലേ? ഇതൊന്നും ആ പറഞ്ഞ നായില്ലേ, ഇവൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് വലിയ രീതി കൊണയടിക്കുന്നവനാ. ഇവനേതോ ഉന്നത കൊലയും തൂക്കിയിട്ടുണ്ട് നടക്കുന്നതാ. പക്ഷെ ഇവന്റെ ആ പാരമ്പര്യം ഒന്ന് ചെതഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാറി പുഴുത്തു പോകും ഈ ചെറ്റ. അവൻ പറഞ്ഞെന്താണ്? അവർ കുളിക്കുന്നില്ല, അവർ പാടത്ത് പോയി മറ്റതെടുക്കുന്നു, അവർ മറിച്ച് അവർ പാടത്ത് പോയി കൊയ്തുകൊണ്ട് വന്നതും ഒക്കെയാണ് നീയൊക്കെ വൃഷ്ടാംഗം ഇരുന്നുകൊണ്ട് അടിച്ച് നിന്റെയൊക്കെ അണ്ണാക്കിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഈ ജാതി വെറി പൂണ്ടി നടക്കുന്ന ഈ വൃത്തികെട്ട നായ്ക്കൾ, ഇവനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ അതൊന്നും ആലോചിച്ച് നോക്കണം. ഇവനൊക്കെ നിന്നുകൊണ്ട് ഈ കുരയ്ക്കുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കണം. അവിടെ നിന്നും ഈ പറഞ്ഞ ജാതി വിവേചനവും ഇല്ല, നിന്നെ ഒന്നും ഒരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ടുമില്ല. നിനക്കൊക്കെ തരേണ്ട അംഗീകാരം ആ രാജ്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ദൈവത്തിന്റെ സൃഷ്ടികളായിട്ടുള്ള നിന്നെയും എന്നെയും പോലെ ഈ ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച്, നിന്റെയൊക്കെ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരെ കുറിച്ചിട്ട് ഇത്രയും തെമ്മാടിത്തരം പറഞ്ഞിട്ടും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ ഈ ചെറ്റകൾ. ഈ ഹിന്ദു ഉണരണം എന്ന് പറയുന്ന ലക്ഷ്മി കാനാത്തും കോനാത്തും അതുപോലെ തന്നെ ഈ വർഗീയത 100 വട്ടം വിളമ്പി നടക്കുന്ന, ഞങ്ങളാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ എല്ലാം സംരക്ഷിക്കുന്ന പറയുന്ന ഈ വൃത്തികെട്ട ഊളകളുണ്ടല്ലോ, ഇവനൊന്നും ഉണരത്തില്ല. കാരണം ഇവന്റെയൊക്കെ വാലിന്റെ തുമ്പിൽ മറ്റേ ഉന്നത കൊല ഉണ്ടാക്കിയിട്ടുണ്ടിരിക്കുക. ഇതിനെയൊക്കെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടതാ. ഇവിടുത്തെ ഈ പുതിയ ഭരണ സംവിധാനം നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന മനുഷ്യരെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിൽ അവരെ അധിക്ഷേപിച്ച ഒരു മറ്റവനും സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നുണ്ട്. ഈ പാവങ്ങളെ അധിക്ഷേപിക്കാൻ പാടില്ല. എനിക്ക് പറയാനുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശനോടാട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജാതിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ ജാതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പിന്നെ ഘോരഘോരം പ്രസംഗിക്കുന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടട്ടെ. അല്പമെങ്കിലും മാനോ അഭിമാനോ ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇതിനൊക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമെങ്കിലും അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനമെങ്കിലും ഒന്ന് നടത്തി കാണിക്ക്. ഇത്രയും ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയായി ജീവിക്കല്ലേ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ്. അത് നിങ്ങൾ കൊടുക്കുമെന്നറിയാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.